നമസ്കാരം. ചക്കുവള്ളം ഗവൺമെന്റ് ട്രൈബൽ ഹൈസ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലിയുമായി ബന്ധപ്പെട്ട ഓർമ്മയിൽ എന്റെ സ്കൂൾ എന്ന പരിപാടിയുടെ 2ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരാണ് മൃദുല നമുക്കായി ഓർമ്മകൾ പങ്കുവെക്കുന്നത്? 1953 നമ്മുടെ സ്കൂളിൽ അഡ്മിഷൻ നേടിയ ശ്രീ PC കുരുവള്ള പള്ളത്തുമക്കൻ. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടാലോ? എല്ലാവരും റെഡിയല്ലേ? നമുക്ക് കേൾക്കാം. ഓർമ്മയിൽ എന്റെ സ്കൂൾ. നമസ്കാരം. നമസ്കാരം. നമുക്ക് നമ്മുടെ ചക്കുവള്ളം ഗവൺമെന്റ് ട്രൈബൽ ഹൈസ്കൂളെ 75 വർഷം പൂർത്തിയാക്കുകയാണല്ലോ. 75. അങ്ങനെ വരട്ടെ. അപ്പൊ ഒരു ആദ്യകാല വിദ്യാർത്ഥി എന്ന നിലയില് അച്ഛന്റെ അനുഭവങ്ങളും ഓർമ്മകളും ഒക്കെ ഒന്ന് പങ്കുവയ്ക്കണം ഞങ്ങളോട്. അപ്പൊ ഏത് വർഷമാണ് ഇവിടെ വന്ന് പഠിച്ചത്, ആ കാലത്തെ ഒരു സാഹചര്യങ്ങള് ഒക്കെ ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. 6 വയസ്സ് ഞങ്ങളിവിടെ കുടിയേറിയതാണ്. 8 വയസ്സിലാണ് തന്നെ അവിടെ കൊണ്ട് ചേർക്കുന്നു. ഇങ്ങനെയുള്ള ചില ഓർമ്മകളും ഉള്ളൂ. 2ാമത്തെ ബാച്ചാണ്. ആദ്യത്തെ ബാച്ച് മുരിക്കടി പാമ്പാറ സ്വാമിയുടെ മക്കളുണ്ട്. പിന്നെ കടശക്കട ഒരു മാത്യു എന്ന് പറഞ്ഞ ഒരാള്. ഇവരൊക്കെയായിരുന്നു ആദ്യത്തെ ബാച്ച്. 2ാമത്തെ ബാച്ചിലാണ്. 1951 ആയിരിക്കണം. 81 വയസ്സായി എനിക്ക്. 81 6 മാസം. 53 കാലഘട്ടമൊക്കെ ആയിരിക്കും. 53 കാലഘട്ടം ശരിക്കും ഓർമ്മ വയ്ക്കാൻ. ഇതൊക്കെ പോയതല്ലേ. അപ്പൊ ആ കാലഘട്ടത്തിലെ അനുഭവങ്ങളൊക്കെ ഒന്ന് ഓർത്ത് പറയാം. ഞാൻ എൻ്റെ കൂട്ടുകാർ 2 പേരെ ഒന്ന് വിളിച്ചോണ്ട് പറഞ്ഞു. ആർത്തില്ല. ഈ കുര്യാക്കോസിനെ. അത് 6ാം മൈലുള്ളതാ. 6ാം മൈൽ ഇപ്പോഴും ഉണ്ടോ? 6ാം മൈൽ. ആ പേപ്പറും കൊണ്ട് നടക്കുന്ന ഒരു പയ്യനെ അറിയാവോ? അറിയത്തില്ലല്ലേ. അവൻ്റെ അപ്പന്. പിന്നെ PT തോമസ് എന്ന് പറയും. അവരുമായിട്ടൊക്കെ ഇപ്പൊ കണക്ഷൻ ഉണ്ടോ? അവരുമായിട്ടൊക്കെ ഞങ്ങൾ വല്ലപ്പിളവൊക്കെ കാണും. ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. ഇടയ്ക്ക് വല്ലപ്പിളവൊക്കെ കാണും. അത്രേ ഉള്ളൂ. ഇപ്പൊ പ്രായമായോണ്ട് നടക്കാൻ വലിയ പാടാ. ഇവിടെ അവർ 6ാം മൈലല്ലോ. ഇപ്പൊ ഇവിടെ 6ാം മൈലിൽ പോകണമെങ്കിലും 80 രൂപ വണ്ടിക്കൂലി. തിരിച്ചിട്ടുള്ള 80 അതിനുള്ള ഇല്ല. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒതുങ്ങി കൂടി നിൽക്കുകയാണ്. ആ ബാച്ചിൽ എത്ര പേരുണ്ടായിരുന്നു ഓർക്കുന്നുണ്ടോ? ബാങ്കില് 30-31 പേരുണ്ടായിരുന്നു. ആൺപിള്ളേരും പെൺപിള്ളേരുമായിട്ട്. അത് പഠിച്ചവരൊക്കെ ഒത്തിരി എണ്ണം വെളിയിലൊക്കെ പോയിട്ടുണ്ട്. അധ്യാപകരെ ഓർമ്മയുണ്ടോ? അന്ന് പഠിപ്പിച്ച അധ്യാപകരെയൊക്കെ ഓർമ്മയുണ്ടോ? അധ്യാപകര് പിന്നെ മാമച്ചൻ സാർ അന്ന് അങ്ങനെയായിരുന്നു ഹെഡ്മാഷ്. പിന്നെ ശങ്കരപ്പിള്ള സാറ്. അത് കഴിഞ്ഞാണ് പിന്നെ കൃഷ്ണപിള്ള സാറ് ചെട്ടിയാര്. അങ്ങേരുടെ മകൻ ഇവിടെ പിയൂണായിരുന്നു ഒടുവില്. പിന്നെ വേറെ സാർമാരുടെ അത് കഴിഞ്ഞ ബാക്കിയുള്ള സാർമാർ 3 സാർമാരെ ആകെ ഉണ്ടായിരുന്നുള്ളൂ. ടീച്ചർമാരായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. 5 വരെയല്ലേ ഉള്ളായിരുന്നു? 5ാം ക്ലാസ് വരെയല്ലേ ഉണ്ടായിരുന്നു? 5ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ പോയി. ഒരിക്കടിക്ക് പോയി. ഒരിക്കലും 6, 7 പാസ്സായി. അത് കഴിഞ്ഞ് 8ാം ക്ലാസ്സിൽ ഒരു മാസം പോയി. അതിന് പുസ്തകമില്ലെന്ന് പറഞ്ഞ് ഫീസായെന്ന് പറഞ്ഞു അവിടുന്ന് സ്ഥലമാക്കി പോകുന്നു. അന്നത്തെ സ്കൂൾ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ. അന്നത്തെ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് കഴിഞ്ഞ് ചക്കും കാളൊക്കെ ഉണ്ടായിരുന്നു. കരിമ്പാട്ടാനായിട്ട് ഇങ്ങനെ പോയി. കൃഷി കാര്യങ്ങൾ. അന്ന് കരിമ്പാണ് ഏറ്റവും കൂടുതൽ. അന്ന് വീട്ടിലെ ചക്കും കാളയും മേടിച്ചു. ചേട്ടനും ഞാനും കൂടെ അതും കൊണ്ട് പോകുമായിരുന്നു. ശർക്കര അറിയാവോ? ഉരുട്ടിയെടുക്കുന്നത്. അത് എൻ്റെ പണിയൊക്കെ ആയിരുന്നു. പിന്നെ കൃഷി, കേപ്പ, കപ്പ ഇങ്ങനെയുള്ള കൃഷികളൊക്കെ ചെയ്ത് കഴിക്കുമായിരുന്നു. ഇതല്ല, അപ്പറയായിരുന്നു. ഒത്തിരി കഷ്ടപ്പെട്ട് ചാത്തും വിറ്റ് വിടമാറിയേറെ ഇപ്പം ഇവിടെ ഇതിപ്പോൾ തന്നെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടി ആണ്. പിന്നെ വേറൊരു കാര്യം ഇവിടെ 4ാം ക്ലാസ് പഠിക്കുമ്പോൾ അന്ന് അരി ചോറൊന്നുമില്ല. വീട്ടിൽ വരുമ്പോഴേ എൻ്റെ പഴയ ഇത് ഓർമ്മ. വീട്ടിൽ വരും മത്തങ്ങ ഒഴുങ്ങിയത്, ഈ അത്ത പൂവില്ലേ അത് തോരൻ വെച്ചത് ഞാനും എൻ്റെ പെങ്ങളും ഉച്ചയ്ക്ക് വന്ന് കഴിച്ചു. പിന്നെ പോയിട്ടുള്ള കഴിക്കുന്ന സ്കൂളിന് അടിവാരത്തെ ഓറഞ്ച് തോട്ടമാണ്. അല്ല, അതിനപ്പുറത്തോട്ട് നമ്മൾ ആ മാങ്കാവലിക്ക് ഇപ്പുറത്തും
സ്കൂളിന്റെ ഇടയ്ക്കും കൂടെ. കണ്ടം ഇപ്പൊ കണ്ടമൊക്കെ ഉള്ള അല്ല അതല്ല പഴയക്കൂടിയല്ലത്. അല്ല ഈ മാങ്കാതൊക്കെ റോഡിന്റെ റോഡിന്റെ ഇപ്പൊ ഇരിക്കുന്ന സ്കൂളിന്റെ ഇടയ്ക്ക് താഴെയോട്ട് ആങ്കൂർ അല്ലെ പൊന്നായ കൗണ്ടർ പിന്നെ ഓറഞ്ച് തോട്ടോ. ഞങ്ങൾ 2-3 പേരുണ്ട്. രണ്ടുപേര് വഴി നിൽക്കും. വാതറുണ്ട്. രണ്ടാമാര് കയറും. അത് പറിച്ചോണ്ട് വന്ന് ഉച്ചയ്ക്ക് ഇത് കഴിക്കും. അത് കഴിച്ചാൽ പിന്നെ പോകുന്നു. 4 മണി വരെ ക്ലാസ് ഉണ്ട്. ഭക്ഷണമില്ല. എല്ലാ വീട്ടിലും കണക്ക്. അതുകൊണ്ടാണ് ഇന്നത്തെ പോലെ അല്ലല്ലോ. പിന്നെ ഒരു കൃഷ്ണപിള്ള സാറെന്ന് പറയുന്ന പുള്ളിയുണ്ട്. പഠിപ്പിക്കും, നല്ലപോലെ പഠിപ്പിക്കുകയും ചെയ്യും. പഠിക്കും. ചെവിയാൽ ഇങ്ങനെ പിടിച്ചാൽ ചെയ്യാം. ഈ വളയുന്ന വടിയില്ലേ, അതുകൊണ്ട് അടിക്കും. ഇവിടെ ഇങ്ങനെ പിടിച്ചാൽ അടിച്ചാൽ വേദന വല്ലതും ഉണ്ടോ സാറേ? ഞാൻ പോയി ചോദിച്ചാൽ അത് വേറെ. ഇതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞ GB കുര്യാക്കോസും PT തോമസും എന്ന് പറയണം. ഒരു ചൂരവടിയുണ്ട്. ആകെപ്പാട് ഇത്രയും വലിപ്പമുണ്ട്. പെട്ടിയാണ്. അതിനകത്താണ് സർവ്വ റെക്കോർഡും സൂക്ഷിച്ചു വെക്കുന്നത്. പറയുന്നത് തെറ്റായിരിക്കാം. വെളുപ്പിന് അവന്മാർ രണ്ടും കൂടെ വന്നിട്ട് സഹിച്ച് ഞങ്ങളെ അടിമേടിച്ച് വേറെ ഒന്നും എടുത്തില്ല. റെക്കോർഡുകളൊന്നും എടുത്തില്ല. ചൂരവടി എടുത്ത് ഊട്ടിക്കാൻ നിൽക്കുമ്പോൾ ഞാൻ ചെല്ലുന്നത് എന്നാ പണിയാടാ കാണിക്കുകയും ചെയ്തു. പറഞ്ഞു എടാ മുണ്ടി പോരുന്നു. എന്നാ കഴിഞ്ഞ ഐറ്റും വെയിറ്റും ഉള്ളവന്മാരാ. അത് അന്ന് പിന്നെ അതോടെ ആ ചൂരവടി അടിയാൻ നിർത്തി. ആരാടാന്നൊക്കെ ചോദിച്ചു. എല്ലാവരും മിണ്ടാതെ വിറച്ചിരിക്കുക. മിണ്ടിയില്ല. ഞാൻ മാത്രമേ കണ്ടുള്ളൂ. എന്നോട് പറയുന്നുണ്ട്. ഞാൻ പറയും മിണ്ടിയല്ലടാ. അതന്നെ. പിന്നെ പള്ളിയിൽ കൂടി പിള്ളേർ ഒത്തിരി പേരുണ്ടായിരുന്നു. എല്ലാവരും ചിട്ടനെ, മുത്തുരാജ്, ശിവൻ, ഒത്തിരി എണ്ണം ഉണ്ട്. മിക്കവാറും എണ്ണമൊന്നും വരികയില്ല. കാരണം എന്താ പിറ്റേ ഒരു ദിവസം വരാതെ പിറ്റേ ദിവസം വരുമ്പോൾ ചോദിക്കുമ്പോൾ എന്നാന്ന് പറയാം, ഞങ്ങളെ മീനെ പിടിക്കാൻ പോയി, ഞണ്ടിനെ പിടിക്കാൻ പോയി. അതുപോലെയാണ്. പിന്നെ എന്നെക്കൊണ്ടും കുടിച്ചിട്ട് അറിവുണ്ട്. ഈ ഞാൻ പറഞ്ഞ 2 വൈദികര്. ഞാൻ 3-ാം ക്ലാസ് പഠിക്കുമ്പോൾ അവർ 2-ാം ക്ലാസ് പഠിക്കുക. അവർ 2 പേരും ഉണ്ട് താനും. മരുപറ്റത്തില്ല. 2 മരുപറ്റില്ല. അവർക്കാകുമ്പോൾ എന്നെക്കാളും ഇച്ചിലൂടെ ഓർമ്മ കിട്ടും. ഒരച്ഛന് വയ്യാതിരിക്കുക. 2 പേർക്കും വയ്യ. ഈ 5-ാം ക്ലാസ്സിലെ പഠനം കഴിഞ്ഞ ശേഷം പുറ്റടിക്ക് പോയെന്നല്ലേ പറഞ്ഞത്? പുരിക്കടി പോയി. അതിനുശേഷം നമ്മുടെ സ്കൂളിലേക്ക് പിന്നെ വന്നിട്ടുണ്ടോ? അന്ന് സർട്ടിഫിക്കറ്റ് മേടിച്ചോണ്ട് പോയ പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. പോകേണ്ട കാര്യമില്ല. ഈ കാലയളവിൽ അങ്ങോട്ട് വന്നിട്ടേ ഇല്ല. ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ വെച്ചു. എനിക്ക് MLA സോമനൊക്കെ വന്നപ്പം അന്ന് വന്നു. ഉദ്ഘാടനത്തിന്. ആ 25 വർഷമായി. ആദ്യത്തെ ബാച്ചിലുള്ള വാമ്പാറ സ്വാമി ആ ബ്രാഹ്മണന്മാരവരെ. അത് 2 പേരെ കൃഷ്ണൻ, പിന്നെ സരസ്വതി, കണ്ണൻ, 3 പേര്. അവർ 3 പഠിച്ച. അവർ 2 എല്ലാവരും പോയവരോ. അല്ലല്ല, പഠിച്ച വിദ്യാർത്ഥികളുടെ പേരെ. നല്ല നിലയിൽ ബ്രാഹ്മണന്മാർ. പിന്നെ പുറ്റടി പോലുള്ള ആൾക്കാർ വരുമായിരുന്നു. പിള്ളേർ വരുമായിരുന്നു. ടീച്ചേഴ്സൊക്കെ വേറെ നമ്മുടെ ഇടുക്കിന്ന് പുറത്തൊക്കെ ഉള്ളവരായിരുന്നല്ലോ. ഇങ്ങനെ അധ്യാപകരില്ല. എല്ലാം വെളിയോ. ഇവിടുത്തെ ഒരു ആരുമില്ല. തിരുവല്ലക്കാരെ, പിന്നെ വേറെ കാന്തപള്ളിക്കാരെ, ഇങ്ങനെയുള്ള എല്ലാവരും. മുണ്ടക്കൻകാർക്ക് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അന്ന് നമ്മുടെ സ്കൂളില് ഇപ്പൊ കാണുന്ന തരത്തിലുള്ള കെട്ടിടങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്? അല്ല, അന്ന് പുല്ല് മേഞ്ഞത്, ഓല കൊണ്ട് കെട്ടി ശരീരം, പിന്നെ സൈഡ് മറച്ചത്, പൊടിമണ്ണൻ. ഞങ്ങളെ ചാക്ക് സഞ്ചി എന്ന് പറയും. അത് എടുത്തുകൊണ്ട് അങ്ങോട്ട് ചെന്നാൽ ഇതങ്ങോട്ട് ഇരുന്ന ഇങ്ങനെ ആ പൊടി അങ്ങ് തട്ടി മാറ്റി വെച്ച് അവിടെ ഇട്ടിരിക്കും. അവിടെ ഇരുന്നാണ് കേൾക്കുന്നത്. ബെഞ്ചില്ല. ടീച്ചർക്ക് നിലത്ത് തന്നെ. ഒരു ചെറിയൊരു കെട്ടിടം മാത്രമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ അന്ന്. അന്നൊരു 10-40 അടി നീളം കാണും. ഒരു ഷെഡ് 15 അടി വീതിയും കാണും. അങ്ങനെ അതെ, അതിനകത്താണ് എല്ലാം നടക്കുന്നത്. ഇല്ല, ഒറ്റ ഹാളായിട്ട് കിടക്കുക അന്ന്. അത് കഴിഞ്ഞ് ഈ മാമച്ചൻ സാറ് വന്നു കഴിഞ്ഞ ശേഷമാണ് തിരിച്ച്
ഇത് മേടിച്ചു. ശങ്കരപ്പിള്ള സാറെന്ന് പറഞ്ഞ ഉണ്ടായിരുന്നു. അങ്ങേര് വന്നാണ് ബെഞ്ച് മേടിക്കുന്നത്. അത്രയൊക്കെ ഓർമ്മ എനിക്കുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഓരോ പിന്നെ മാഷന്മാർ വരുമ്പോഴും ഡെസ്കായി പുരോഗമനങ്ങളായി. ഗ്രാൻഡ് കിട്ടും. അന്നും ഗ്രാൻഡ് ഉണ്ടായിരുന്നായിരിക്കും, പക്ഷേ കിട്ടുമല്ലോ എന്ന് അറിയത്തില്ല. അത് ട്രൈബ്യൂണലല്ലേ, അപ്പം പള്ളിക്കുടിയിലെ കേസല്ലേ, അവർക്ക് ആരും പിള്ളേരങ്ങനെ വരികയില്ല, പഠിക്കത്തുമില്ല. വന്നാൽ തന്നെ ഒന്നോ രണ്ടോ ദിവസം വരത്തുള്ളൂ. അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് പിള്ളേർ ഇങ്ങനെ 5ാം ക്ലാസ് പാസ്സായി നേരെ മുരിക്കിടിക്ക് പോയി. അതിൽ പോയി ഒത്തിരി എണ്ണം അവിടെ കൊണ്ടുവന്നാൽ തീർന്നു. ഒത്തിരി പേരൊക്കെ നല്ല ലൈനിൽ പോയി. ഇതിലെവിടെയൊക്കെ ഈ വഴിക്ക് ഇങ്ങനെ കുറുക്കുഴി ഇടവഴി ഉണ്ടായിരുന്നു. 6 കിലോമീറ്റർ ഉണ്ട്. അങ്ങോട്ട് ഇറക്കം, തിരിച്ചു വരുമ്പം കയറ്റം. പിന്നെ ഇതിലവിടെ 1-ാം കൂടെ വന്നാൽ അതിലേ വരാം. അതിലവിടെ വന്ന് ഓട്ടോക്കര കയറി ഇങ്ങോട്ട് വരാം. ഇതൊക്കെ വരും. അതിന് വേറെ കാര്യമുണ്ട്. ഈ പാമ്പന്മാരെ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വരെ കടശക്കടയിൽ നിന്ന് വരുന്ന അതിലേ നടന്നു വരും. മിക്കവാറും അത് ഞങ്ങളൊക്കെ വരുമ്പോഴേ മിക്കവാറും സന്ധ്യ മയങ്ങും കയറി വരുമ്പോൾ. അന്നും ചാപ്പാട് കുറവാണ്. ഇന്നത്തെ സ്ഥിതി അങ്ങനെയാണ്. അന്ന് നമ്മുടെ ഈ സ്കൂള് ഈ പറയുന്ന ഇത്തരത്തിലുള്ള എല്ലാ ഇതും ഉണ്ടായിരുന്നോ? അതായത് ഈ പറഞ്ഞ പോലെ വനമായിരുന്നോ അതോ ഒരു വനമല്ല, കൃഷിഭൂമിയായിരുന്നു. അന്ന് കൃഷി കൃഷിയുണ്ട്. കരിമ്പേ പിന്നെ നെല്ല്, കപ്പ, പിന്നെ പച്ചക്കറി കൃഷികളൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് കുടിമുളക് ഇട്ടു. കുടമുളക് ഇട്ട് കായ്ക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഏലമായത്. ഈ ഏലമായി കഴിഞ്ഞപ്പോഴാണ് ഇത് സമ്പത്തായി വരുന്നത്. നമ്മുടെ ആ സ്കൂളിൻ്റെ അപ്പുറം 10 ഏക്കർ 12 ഏക്കർ മറ്റായിരുന്നു സ്കൂളിന്. 2 വശവും ഒത്തിരി എൻകറേജ് ചെയ്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ അത് അപ്പുറം പിന്നെ പൊന്നൈ കൗണ്ടർ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ മുതലാളിയാണ് കൂടല്ലൂര്. അവരുടേതായിരുന്നു ആ ഏരിയ മുഴുവൻ. അന്ന് നമ്മുടെ സ്കൂളിൽ ഇതുപോലെ കളിസ്ഥലമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതാണ് നല്ല തട്ട് ഉണ്ടായിരുന്നു. പുല്ല് പരന്ന് പുല്ല് കിടക്കുമായിരുന്നു. അങ്ങനെ ഇവിടുന്ന് കളിച്ച് അല്ലെങ്കിൽ എങ്ങനെ കുറ്റിയും പോലെ, അന്ന് വട്ടുകളി, കുറ്റിയും പോലെ കളി, അതൊക്കെ ഉള്ളൂ. അല്ല താല്പര്യം കുറ്റിയും പോലെ. പിന്നെ വട്ടുകളിക്ക് മോശമല്ലായിരുന്നു. അത് കഴിഞ്ഞാണ് പിന്നെ ഫുട്ബോളൊക്കെ. നല്ല ഗ്രൗണ്ടായിരുന്നു അവിടെ. ഇപ്പം ഇരിക്കുന്ന സ്കൂളിന്, ഞാൻ പഴയ സ്കൂളിൻ്റെ അടുത്ത് നല്ലൊരു വേങ്ങയുണ്ടായിരുന്നു. ഉള്ളുവേങ്ങ വളർന്ന് പന്തലിച്ച് നിൽക്കും. ഉച്ച സമയത്തൊക്കെ ചിലപ്പോൾ എല്ലാവരും കൂടെ ചിലപ്പോൾ അവിടെ ഇരിക്കും. ആ മരമൊക്കെ വീട്ടിൽ പോയി. എന്ന് പറയുന്ന ആ ഒരു ഐതിഹ്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞു. നല്ല പ്രദേശം. അത് നല്ല ഗ്രൗണ്ട്, നല്ല ഇതായിരുന്നു അവിടെ. ചെറിയ ചെരിവ്, നടുക്ക് നല്ല ഇതായിട്ടായിരുന്നു. അതാ കവല മുതലേ അങ്ങോട്ട് മാങ്കവല വരെ ഇപ്പുറത്ത് നിന്ന് ട്രാൻസ്ഫോമർ ഇരിക്കുന്നു. ഇപ്പോഴത്തെ ട്രാൻസ്ഫോമറിന് ഇച്ചിരി താഴെ ഉണ്ടായിരുന്നു. അവിടുന്ന് നേരെ അങ്ങോട്ട് പോയ അപ്പുറത്ത് പനായക്കൗണ്ടറിൻ്റെ എസ്റ്റേറ്റിൻ്റെ അതിർത്തി വരെ ആയിരുന്നു സ്ഥലം. പൂച്ചെടിയൊക്കെ കയറി കിടക്കുന്നു. പിന്നാലും അന്ന് ഇതേ ശുചിമുറികളോ അതൊന്നുമില്ല, വെള്ളവും ഇല്ല, കുടിക്കാൻ വെള്ളം പോലും ഇല്ല. ഉച്ചഭക്ഷണം ഇല്ല. അവിടെ ഈ മാമച്ചനാർ വന്നപ്പോൾ കുറച്ചു കാലത്തേക്ക് ഉച്ചഭക്ഷണം കിട്ടിയായിരുന്നേ. അത് കുറച്ച് അരി എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് അരിയായിരുന്നു. പിന്നെ അതും മത്തങ്ങ ഇവിടെ നിന്നെങ്കിലും സംഘടിപ്പിച്ച് അതും കറി വെച്ച് കുടിക്കും. അതെല്ലാവർക്കും ഒന്നും കിട്ടുകയില്ല, അതിനുള്ള ഇല്ല. 5 വർഷം പൂർത്തിയായി അല്ലേ? അതിന്റെ ആരംഭം നിലയിൽ നമ്മൾ കഴിഞ്ഞ മീറ്റിംഗിൽ വന്നിരുന്നു. അന്ന് ഞാനും ഗണേശനും ഉണ്ടായിരുന്നല്ലോ. പള്ളിക്കുടി ഊരുമൂപ്പൻ. അന്ന് ഇപ്പോഴും ഉണ്ട്, ഊരുമൂപ്പനുണ്ട് ഇപ്പോഴും. പക്ഷെ അളമൂത്തവന്റെ പ്രായം കാണുമെന്ന് എനിക്ക്. എന്തായാലും നമ്മുടെ വാർഷികം അടുത്ത് വരികയാണ്. 28-നാണ്, മാർച്ച് 28. ഫെബ്രുവരി 28-നാണോ? മാർച്ച് 28. മാർച്ച് 28-ആണോ? അപ്പൊ വീണ്ടും നമ്മുടെ സ്കൂളിലേക്ക് അല്ലേ? അപ്പൊ എന്നാ തന്നെ വിളിച്ചാ പോരെ കേട്ടോ. എല്ലാരെയും വിളിക്കും, എല്ലാരെയും കാണുന്നുണ്ട്. നമുക്ക് കാണാൻ പറ്റുന്ന എനിക്ക് പറ്റിയ ആൾക്കാരെ ഞാൻ പറയാം. ഇവിടെ ഇന്ന പോലെ കാര്യങ്ങളുണ്ട്, വരണമെന്ന് പറയും. തീർച്ചയായും നമുക്ക് ആ ആദ്യത്തെ ബാച്ചിനെ കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ല അനുഭവം. കിട്ടിയില്ല. കുറച്ചു പേരെങ്കിലും
അത് മദ്രാസ് അത് ഉണ്ടോന്ന് തന്നെ അറിയത്തില്ല. എന്തായാലും മദ്രാസ് പിന്നെ ബാംഗ്ലൂർ ഇങ്ങനെ വലിയ വലിയ ആൾക്കാരായ നമ്മളെന്തായാലും ഈ കാര്യങ്ങളൊക്കെ നമ്മളെന്തായാലും ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് പല ആളുകൾ നമ്മളെ ബന്ധപ്പെടാൻ ശ്രമിക്കുമായിരിക്കും. എങ്കിലും ഞങ്ങളെ കൊണ്ടാകുന്ന രീതിയിൽ അവരെ കൂടെ പങ്കെടുക്കാനുള്ള ശ്രമം നടത്താം. അപ്പൊ എന്തായാലും 28-ന് നടക്കുന്ന നമ്മുടെ വാർഷികത്തിന് പ്രത്യേകം ക്ഷണിക്കുകയും കൂടിയാണ്. അപ്പം നേരത്തെ തന്നെ എത്തിച്ചേരുക. ഇതുപോലെയുള്ള കുറെ അനുഭവങ്ങൾ നമുക്ക് അവിടെയും പറയാനും ഇനിയും പങ്കുവെക്കണം. കാരണം അന്നത്തെ ബാച്ച് ഒരുപാട് പേര് കാണുമല്ലോ. അപ്പൊ നമ്മള് തുടങ്ങിയ ബാച്ച് രണ്ടാമത്തെ ബാച്ച് എന്നല്ലേ പറഞ്ഞേ? അപ്പൊ കൂടുതൽ അനുഭവങ്ങൾ പറയാൻ അന്നും ഉണ്ടാകും. പലരും ചോദിക്കും. അപ്പം ആ ഒരു പരിപാടിയിൽ ഓർമ്മ വരുന്നത് ഞാൻ പറയുക. പറയുക.